ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നലത്തെ വ്ളോഗിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. രാത്രിയിലെ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മളിന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു 1.5 മാസമായിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മീൻ മേടിക്കുന്നത്. ഇക്കോറ എന്ന് പറയും. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടുള്ള മീനാണ്, പക്ഷെ അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല. മിക്കതും അവരുണ്ടാക്കി തരാറുണ്ട് കേട്ടോ. രാത്രി കുറച്ച് നേരം വൈകിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത്. എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുക്കിംഗ് പരിപാടിക്ക് നിന്നത് കേട്ടോ. നമുക്ക് ആകെ ഒരു ഫോണേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിൽ കയറിയിട്ട് മീൻ വെട്ടാൻ വേണ്ടിയിട്ടോ. ഇത് വെട്ടാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ. അതിൻ്റെ മുള്ളിങ്ങനെ ചീകി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വെട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. നമ്മുടെ കത്തിയുടെ വായ്ത്തല കണ്ണൻ എവിടെയോ വെച്ച് കൊത്തിയിട്ട് അതിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാനതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെത്തി കളയാണ്. ഇതിന് ചെതുമ്പൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചെത്തി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. തൊലിയോടൊക്കെ ചെത്തി കളയാം, പക്ഷേ മീൻ കുറച്ച് സുഖമില്ല. അത് തൊലിയും കൂടെ കളയുമ്പോഴേക്കും ഇറച്ചി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തേയും മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെതുമ്പലൊക്കെ കളഞ്ഞ് ഡീസൻ്റ് ആക്കിയിട്ടുണ്ട് മീനിനെ കേട്ടോ. ഒരുപാട് ദിവസമായിട്ട് മീൻ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മീൻ കൂട്ടാണ്ട് ഇങ്ങോട്ട് ആക്രാന്തമായിട്ടുണ്ടായിരുന്നു മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ കിട്ടി നോക്കുമ്പോൾ 2 അടിപൊളിയായിരുന്നു. ഒന്ന് അവർ നമ്മൾ ജാമാക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് പൊട്ടയായിരുന്നേ. അത് ഉണ്ടാക്കുമ്പോഴേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലയും വാലൊക്കെ ഇട്ടിട്ട് നമുക്ക് കറി വയ്ക്കാം, ബാക്കി കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പകലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിൽ മുറ്റത്ത് വെച്ചിട്ട് വിശാലമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ചെതുമ്പലും അതിൻ്റെ വെള്ളമൊന്നും തെറിക്കേണ്ട വിചാരിച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് ഞാനിവിടെ മീൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഈ കിച്ചണിൽ നിന്നിട്ട് തന്നെ മീൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി തുടച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ സ്മെല്ലോ കാര്യങ്ങളോ വൃത്തിയോടോ ഒന്നും ആവില്ല. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല കേട്ടോ. നമുക്ക് പുറത്ത് പോയി കഴുകാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടലും കഴുകലൊക്കെ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ നല്ലോണം തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കും. മീൻ വെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അധികം ഉപ്പിട്ടിട്ട് ഒരത്തി കഴുകിയിട്ടുണ്ട് കേട്ടോ. എനിക്കതിൽ ഒരു മീൻ പൊട്ടായപ്പോൾ ആകെ കൂടെ ഒരു സമാധാനമൊക്കെ എടുത്ത് ഇനി വല്ല അസുഖം പിടിക്കുമോ എന്നുള്ള ലെവലായി കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ തന്നെ, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. പിന്നെ മീനൊക്കെ നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളും കൂടെ അസലായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ മീനിൻ്റെ ഉളുമ്പൽ സ്മെല്ല് നല്ലോണം ഉണ്ടാവും. നമ്മൾ കിച്ചണിൽ നിന്നിട്ട് ഇത് ഉണ്ടാക്കുകൊണ്ട് നമുക്ക് വല്ലാണ്ട് അറിയില്ല. പുറത്തുനിന്ന് ഒരാൾ കയറുകയാണെങ്കിൽ നന്നായിട്ട് പച്ചമണം വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ കിച്ചണിൽ നിന്നിട്ട് ഈ മീൻ ഉണ്ടാക്കണ പരിപാടി രാത്രി ആയതുകൊണ്ട് ചെയ്യുന്നത്. പകലാണെങ്കിൽ ഞാൻ ചെയ്യില്ല കേട്ടോ, പുറത്തിരുന്നിട്ട് തന്നെ ചെയ്യുള്ളേ. പിന്നെ ബാക്കിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ കട്ടിംഗ് ബോർഡും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചു. ഇനി നമുക്ക് നേരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. വെച്ചാൽ 10 മണി 11 മണിയായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയെ കാണാൻ പോകേണ്ട വേജാറിൽ വേഗം 2 വറ്റ് വാരി കൊണ്ടിട്ടാണ് പോയത്. ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഉച്ച സമയത്ത് പോയിട്ട് വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളത് വെച്ച് കഴിച്ചിട്ട് ഓടി പോവുകയാണ് ചെയ്തത്. കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പോണ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ പാടാണ് കേട്ടോ. ഫുഡ് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കഴിപ്പിക്കുന്ന അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രയാസമാണ്. തലേ ദിവസമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സമയം ഉണ്ടാവും. മറ്റേത് നമ്മൾ സാധാരണക്കാരാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടി ഒപ്പിച്ചിട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ കയറി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് സങ്കടമായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ എവിടെ ഗസ്റ്റിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിലും എൻ്റെ വീട്ടിൽ ചോറും കൂട്ടാനും ഉപ്പേരി പപ്പടമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോവുള്ളൂ. അവിടുന്ന് ഒരു കാലിച്ചായ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിച്ച് തിരിച്ച് വീട്ടിൽ വരും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പോയോടത്ത് പോയിട്ട് എനിക്ക് ഉണ്ടാക്കലായിരിക്കും മെയിനായിട്ട് പണി ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഇടങ്ങേറാണ്. പൂജിട്ട് എപ്പോഴും പറയും എവിടെ ചെന്നാലും ഞാൻ അടുക്കളയിലാവുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പാടൊന്നുമില്ല കേട്ടോ. എന്താ ചേട്ടത്തിയമ്മയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നാൽ ഒരു പണിയില്ല കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കിയിട്ട് നേരെ നമ്മളിനി നമ്മുടെ നാളികേരം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാളികേരം വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുള്ളി, വെളുത്തുള്ളി, കുറച്ച് വേപ്പില, പെരുംജീരകം എല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് അതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ അരപ്പിനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് റെഡി ആയി കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് മീനിൽ വറുക്കാനുള്ളതിലേക്ക് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരുംജീരകം ചതച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് സുർക്ക, പാകത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പുരട്ടി വെക്കുക. ഇത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും മീനിൽ ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുർക്ക ഒഴിക്കുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ കൊച്ചുള്ളി, ചെറുള്ളി ചതച്ചിട്ടാലും മീൻ വറുക്കണം. എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇടാതെ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോൾ വറുക്കുമ്പോഴും ഈ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ മീനിലൊക്കെ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഈ സമയം കൊണ്ട് ആ ഒരു മീൻ വറുക്കാനുള്ള മസാല അങ്ങനെ പിടിക്കട്ടെ. ഈ അരപ്പ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കറണ്ട് ഇതുവരെ ചതിച്ചിട്ടൊന്നുമില്ല. പുറത്ത് പേമാരി മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ പോയിട്ട് വരുന്നവരെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിലെത്തിയ പാടെ ഗംഭീര മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അരപ്പ് അങ്ങോട്ട് കഴിച്ചിട്ട് നേരെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചിട്ടു. തക്കാളി മുറിച്ചിട്ട് ഇത് പൂജുട്ടിയോട് സംസാരിച്ചിട്ടാണ് ഞാൻ കുക്കിംഗ് ചെയ്യുന്നത് മൊത്തം ഉണ്ടാവുക കേട്ടോ. എപ്പോഴും അവളുണ്ടെങ്കിൽ അവിടെ തന്നെ തക്കാളി മുറിച്ചത് കുറച്ച് ഏറിയപ്പോൾ ഞാനത് കുറച്ച് ഒരു 5-6 പീസ് എടുത്തിട്ട് പഞ്ചസാര എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയാണ് ഇരിക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ എൻ്റെ വയറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ അരപ്പും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു വറുത്തരച്ച കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ തേങ്ങ ആയതുകൊണ്ട് ചിലത് മൂക്കാത്ത പോലെയൊക്കെ ഉണ്ട്. അത് കാരണം കേട്ടോ വല്ലാതെ ഇങ്ങോട്ട് അതൊരു ബ്രൗൺ കളറാവാണ്ട് കിട്ടിയത്. എന്തായാലും വേണ്ടില്ല അരപ്പൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് പുളി ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറിയുടെ കാര്യങ്ങളൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഉപ്പേരിക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങി വെച്ചതായതുകൊണ്ട് തന്നെ 2 ദിവസം കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് പൊട്ടയായി പോകും. അപ്പോൾ ചീത്തയാവാനുള്ളത് നോക്കി പെറുക്കി എടുക്കുകയാണ്. അപ്പം ഈ ചീത്തയാവാനുള്ളത് പയറായതുകൊണ്ട് തന്നെ ആ പയർ അങ്ങോട്ട് അരിഞ്ഞിട്ട് നമുക്കൊരു ഉപ്പേരിയും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും പാലൊക്കെ കളഞ്ഞിട്ട് കുനുകുനാന്നൻ അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ഒരു നേരം എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ടാവും. ഇവിടെ കുട്ടികൾക്ക് ഉപ്പേരിയും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അവർ കഴിക്കും എന്നുള്ളത് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ നാശാക്കി കളയണമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഉപ്പേരിയും കൂടെ അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ പാടൊന്നും ഇല്ലെങ്കിലും ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് ഉപ്പേരിക്ക് നുറുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം തന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കാത്തത് കുറച്ചും കൂടെ അരപ്പ് അതിനകത്ത് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിതാ വറുക്കാൻ വേണ്ടി പാനിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് അധികം വേപ്പിലിട്ടു. എന്നിട്ട് നമ്മുടെ മീനൊക്കെ വറുക്കാനുള്ളത് പെറുക്കി അതിലേക്ക് ഇട്ടു. ഇനി ഇത് അങ്ങനെ കിടന്ന് ചെറിയ സിമ്മിൽ കിടന്ന് മുരിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവർക്കും ചോറിനാൻ വേണ്ടിയിട്ട് വലിയ കൊതിയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് ദിവസമായില്ലേ മീൻ കിട്ടിയിട്ട്. അപ്പോൾ മീൻ ചാറും നമ്മുടെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മീൻ വറുക്കണത് ഒരു സൈഡിൽ നമ്മുടെ മീൻ കറി ഇപ്പുറത്ത് തിളയ്ക്കാനുണ്ട്. ആ സമയം കൊണ്ട് ഇരിക്കുന്ന 2-3 പാത്രങ്ങൾ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കണ്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അത്ര പണി കൂടെ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും ഇത് നിറഞ്ഞ് കവിഞ്ഞ് വരാറാവും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വലിയ ഇടങ്ങറ്. അതുകൊണ്ട് തന്നെ 1-2 പാത്രങ്ങളുണ്ടെങ്കിൽ അപ്പാടെ കഴുകി വെക്കും. പൂജുട്ടിയും കണ്ണൻകുട്ടിയാണ് കിച്ചണിലെങ്കിൽ അവരെല്ലാം കഴിഞ്ഞിട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് വലിയ ദേഷ്യം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ട്. ഒരു പാത്രം കഴുകാണ്ട് വെച്ചാൽ അത് അപ്പം കഴുകാൻ വേണ്ടി പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം മടപടാന്ന് നിന്ന് കുടിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കുമ്പോഴാണ് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളി ഉണ്ടാക്കേണ്ട കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ പൂജുട്ടി ഇപ്പുറത്ത് കലപില സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചും കലപില പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. അല്ലെങ്കിൽ പണി നീങ്ങാത്ത പോലെ തോന്നും. ഇല്ലെങ്കിൽ ഒരു ഫോണിൽ പാട്ട് വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെടപെടാന്ന് നമ്മുടെ പണി കഴിയണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ കറിയുടെ ചാറൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തു. തലയും വാലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു മീൻ വറുത്ത ഒരു സൈഡ് ആയപ്പോൾ അപ്പുറത്ത് മറിച്ചിട്ട് തിരിച്ചിട്ട് ഞാനത് മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് വേണം പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നേരം 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് കാര്യമായിട്ട് നമ്മൾ അവിടുന്ന് ചായ കുടിച്ച് അവിടുന്ന് വന്നിട്ട് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഒരു സൈഡും മുരിഞ്ഞു വന്നു. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ആവാൻ വേണ്ടിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് കുറുകി റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഉലുവയും ചെറുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കറിയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ചെറുള്ളി വേപ്പിലി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ ചാറിൻ്റെ ഒരു പ്രത്യേക കളറായിരിക്കും. അപ്പോൾ അതും കൂടെ മൂത്തിട്ട് നമ്മളിത് ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ടപ്പേന്ന് അടച്ചേക്കണം വേഗം കേട്ടോ. നമ്മൾ ഈ വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ കറി ഇങ്ങനെ തുറന്ന് വെക്കാൻ പാടില്ല. അതിൻ്റെ ഒരു സംഭവം പോകുമെന്ന് പറയും. എന്താ വെച്ചാൽ അതിൻ്റെ ചുരുമണവും കാര്യങ്ങളൊക്കെ ടേസ്റ്റൊക്കെ. അപ്പോൾ അത് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേഗം അടച്ചു വെച്ചു. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറുള്ളി വേപ്പിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ പയറും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചു. സിമ്മിൽ കിടന്നിട്ട് അതും കൂടെ അങ്ങോട്ട് മുരുന്നനാവട്ടെ കേട്ടോ. ഇനി അതാവണ സമയം കൊണ്ട് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാം. നമ്മൾ പോകുമ്പോൾ അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കിച്ചൺ ടൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണൊക്കെ കൊണ്ട് തന്നെ ആ മീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഷാമ്പൂടെ കാര്യമൊക്കെ ആക്കിയിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉളുമ്പുമണും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി കൂട്ടി വെച്ചിട്ട് മീൻ വറുക്കൽ കഴിഞ്ഞപ്പോൾ അതൊരു
പാത്രത്തിലാക്കി വെച്ചു. കൈയൊക്കെ ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് ആ പാത്രം അങ്ങോട്ട് കഴുകാൻ വേണ്ടി മാറ്റി വെച്ചു. ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് അതൊക്കെ അടച്ച് വെക്കുകയും ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ ഉപ്പേരിയും കൂടെ ആവണ ആ സമയം കൊണ്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ കിച്ചൺ സ്റ്റൗവും കിച്ചൺ ടാബും കൂടെ ഒന്ന് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കിച്ചണിൻ്റെ എണ്ണയൊക്കെ അല്ലേ, നമ്മൾ കുക്ക് ചെയ്യണ എണ്ണല്ലേ, കിച്ചണിൻ്റെ എണ്ണ കുക്ക് ചെയ്യണ എണ്ണയൊക്കെ അവിടെയൊക്കെ പരന്നിട്ട് ഇങ്ങനെ ആകെ കൂടെ അലമ്പായ പോലെ തോന്നും. തുടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഡീസൻ്റൊക്കെ തോന്നും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു മെനയില്ലാത്ത തോന്നാത്തത് എന്താ വെച്ചാൽ ഒരുപാട് പഴക്കമുള്ള ഒരു സ്റ്റൗവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ആയ ഒരു പാത്രത്തിലാക്കി എല്ലാം അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ തുടച്ച് ഞാനൊരു കുളി പാസ്സാക്കി, തല നനച്ച് കുളിച്ചു. പുറത്ത് ഗംഭീര മഴയാണ്. ഇതിനിടയിൽ കണ്ണൻകുട്ടിക്ക് ചോറ് കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. അവന് കഴിച്ചിട്ട് അവൻ കിടന്നിരുന്നു. പിന്നെ ഞാനും പൂജട്ടിയും കൂടെ വിശാലമായിട്ടിരുന്നിട്ട് അടിപൊളിയായിട്ടിരുന്ന് ചോറുണ്ടാണ് രാത്രിയിലേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു നൈറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.